അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാമര സമൂഹത്തിന്റെ അഭിനയ വലയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നതും എന്നാൽ ആത്മീയതയുടെ ഉന്നതങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന സൂഫിസം, അതിൻ്റെ നേരിനെയും നെറുകേടിൻ്റെയും വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ആത്മീയതയുടെ അറബി പദമാണ് തസവുഫ്. തസവുഫിനെ ജീവിതത്തോട് ചേർത്തു വെച്ചവരാണ് സൂഫിയാക്കൾ. ജീവിതം അള്ളാഹുവിൽ സമർപ്പിച്ച് പതിനായിരങ്ങൾക്ക് ആത്മജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്ന നിരവധി സൂഫി മഹാരഥന്മാരെ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. എന്നാൽ ആത്മീയതയുടെ മറവിൽ പാമര സമൂഹത്തിന്റെ സ്വർഗത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസികളായി അഭിനയിച്ച് കീശ വീർപ്പിക്കുന്ന വ്യാജന്മാരുടെ വിഹാര കേന്ദ്രവുമാണ് സൂഫിസം എന്ന് പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിക്കുകയുണ്ടായി, എന്താണ് നബിയെ ഇസ്ലാം, എന്താണ് നബിയെ ഈമാൻ, എന്താണ് നബിയെ ഇഹ്സാൻ? ഈ ഹദീസ് വളരെ സുപ്രസിദ്ധമാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഇഹ്സാൻ എന്നതിനുള്ള മറുപടി വളരെ ആത്മീയതയുടെ ഔന്നിത്യങ്ങളെ തൊടുന്നതുമാണ്. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും കാണുന്നവനായി നീ ആരാധിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നവനാണ്. നോക്കൂ നിങ്ങൾ, എത്ര അർത്ഥഗർഭമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിവരണം. ആത്മീയതയുടെ അന്തസത്തയെ തൊട്ടറിയുന്ന വിവരണമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയത്. മതത്തിന്റെ ബാഹ്യ നിയമങ്ങളും ചിട്ടകളും അക്ഷരം പ്രതി പാലിച്ച് ജീവിക്കലാണ് ശരീഅത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സൂഫി സരണിയിലേക്കെത്താൻ കടമ്പകളിലെ ആദ്യ കണ്ണുകൂടിയാണ് ശരീഅത്ത് എന്നുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നേരായ രൂപത്തിൽ പഠിച്ച് അത് ജീവിതത്തിലേക്ക് പകർത്തലാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. സ്വന്തം ശരീരത്തെ, സ്വന്തം ഹൃദയത്തെ ദുശീലങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ജീവിതത്തെ ത്യജിക്കുന്നവരാണ് സൂഫിയാക്കളുടെ ത്വരീഖത്ത്. ഈ രണ്ട് ദശകവും പിന്നിട്ടവരാണ് ഹഖീഖത്ത് എന്ന വിലായത്തിലേക്ക് എത്തുന്നത്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ അദ്കിയയിൽ പറയുന്നത് കാണാം, യാഥാർത്ഥ്യത്തിൽ ഈ ഹഖീഖത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ നൂറ് തജല്ലിയായ ആ രഹസ്യങ്ങളാകുന്ന പ്രകാശമാണെന്ന്. ഇതിനെ ആവാഹിച്ചെടുക്കുന്നവർ ശരീഅത്തും ത്വരീഖത്തും ഉൾക്കൊണ്ടവരായിരിക്കും. ഇതില്ലാത്ത വ്യാജ ത്വരീഖത്തുകളെ നാം തിരിച്ചറിയാൻ കഴിയണം. നേരിനെയും നെറുകേടിനെയും തിരിച്ചറിയാനും നേരിനോട് പിന്തുടരാനും നെറുകേടിനോട് നോ എന്ന് പറയാനും നമുക്കാവണം. ഈ കാലഘട്ടത്തിൽ വ്യാജന്മാരുടെ നിരവധി ശൃംഖലകൾ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക നിയമങ്ങളനുസരിച്ച് രണ്ട് ത്വരീഖത്തുകളാണ് നിലവിലുള്ളത്. ഒന്ന് അശ്അരി, മറ്റൊന്ന് മാതുരീദി. ഇവ രണ്ടുമല്ലാത്തത് കുഫ്രിയത്തിലേക്കും പിയച്ചതിലേക്കും എത്തുന്നത് ഒരു വാസ്തവമാണ്. സർവസ്വവും അള്ളാഹുവിൽ നിന്നാണെന്നുള്ള ചിന്തയിൽ നിന്ന് എത്തുന്നതാണ് സൂഫിയാക്കളുടെ ത്വരീഖത്ത്.
അതുകൊണ്ടാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, ത്വരീഖത്തില്ലാത്ത ഹക്കീക്കത്തും ഹക്കീക്കത്തില്ലാത്ത ശരീഅത്തും നിരർത്ഥകമാണെന്ന്. ഈ സമയത്ത് വർത്തമാനകാലത്ത് നാം വളരെ ചിന്തിച്ച് ജീവിക്കേണ്ടവരാണ്. കാരണം ഒരു വിഹാരവുമാണ് ഈ സൂഫിസത്തിന്റെ വ്യാജ കേന്ദ്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വർത്തമാനകാലം വളരെ സൂക്ഷിച്ച് ജീവിക്കാൻ നാം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അറുതി കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി